അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക ചടങ്ങുകൾ നടന്നു. ബ്രാഹ്മണ സഭയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേ നടയിൽ രാവിലെ കോലം വരയ്ക്കൽ ചടങ്ങ് നടന്നു. കഴിഞ്ഞ ദിവസം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രാമക്ഷേത്രത്തിലേക്ക് ഉപഹാരമായി സമർപ്പിച്ച ഓണവില്ല് ഇന്ന് വൈകിട്ട് അയോധ്യയിലെത്തും. ശ്യാം കങ്കാലിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കുമ്പോൾ തലസ്ഥാനത്തും വിപുലമായ ഒരുക്കങ്ങളും ആഘോഷങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനിപ്പോഴുള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇന്ന് രാവിലെ ഇവിടെ ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ കോലം വരയ്ക്കൽ ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഒപ്പം വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാകും ചടങ്ങുകൾ സംഘടിപ്പിക്കുക. ഒപ്പം തന്നെ ഇന്ന് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകളും നടന്നിരുന്നു. കിഴക്കേ നടയിലാണ് കോലം വരയ്ക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാമക്ഷേത്രത്തിലേക്ക് ഉപഹാരമായി സമർപ്പിച്ച ഓണവില്ല് ഇന്ന് വൈകിട്ടോടുകൂടി അയോധ്യയിലേക്ക് എത്തിച്ചേരും. ഒപ്പം പ്രാണപ്രതിഷ്ഠാ ദിനമായ നാളെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാകും പത്മനാഭന് മുന്നിൽ മൺചിരാതുകൾ തെളിയിക്കുക. ശ്രീ പത്മനാഭപുരം കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കാളിയാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തലസ്ഥാനത്തുടനീളം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ശ്രീ പത്മനാഭന് മുന്നിലും നാളെ മൺചിരാതുകൾ തെളിച്ചുകൊണ്ട് രാമജ്യോതി തെളിയിച്ച് ഭക്തർ സംഘടിക്കുന്നത്. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് തലസ്ഥാനത്തും ശ്രീ പത്മനാഭന്റെ തിരുനടയിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും രഞ്ജിത്ത് മോഹനൊപ്പം ശ്യാം കങ്കാലിൽ, ജനം, തിരുവനന്തപുരം.